ഹലോ അസ്സലാമു അലൈക്കും. ഇത് ഞങ്ങളെ തിരുനാവായ പട്ടണക്കാവ് ഒരു വർക്കിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളെ വർക്കുകൾ യൂട്യൂബിൽ കണ്ടിട്ട് കുറേ ദിവസമായി ചെയ്യണം വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഇവർക്ക് നിലവിലിവിടെ ഒരു ആലുവടുപ്പാണ്. അപ്പോൾ ആലുവടുപ്പ് പിന്നെ കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ച് ചെയ്യണം എന്നിട്ടാണ് ഇവർ നമ്മളെ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം ഇതിൻ്റെ സ്റ്റീലും കാര്യങ്ങളൊന്നും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയിൽ തന്നെയാണ് അവർ സൂക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നത്. 7 കൊല്ലത്തെ ഒരു പഴക്കമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ ചെറുതായിട്ട് ഇവരെ ഈ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എന്തായാലും നമ്മളെ പട്ടാമ്പി അടുപ്പാണ് ഇപ്പോൾ ഇവിടെ മാറ്റി സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ് അവർ നമ്മളടുപ്പ് സെലക്ട് ചെയ്യാൻ കാരണം. അതുപോലെ ഇവിടുത്തെ തേപ്പ് കാര്യങ്ങളെല്ലാം അടന്നു പോയപ്പോൾ നമ്മൾ കാസ്റ്റിൻ്റെ റിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കുകൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് മാത്രമാണ് പൊളിച്ച് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഈ പൈപ്പിന് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പൈപ്പിന് ഡാമേജ് ഇല്ല വെച്ചാൽ കുറച്ച് പഴക്കം വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ റൗണ്ട് ഭാഗം വെച്ചിട്ട് ടോപ്പൊക്കെ വെക്കാൻ പോകുന്നതാണ്. പൈപ്പിനൊന്നും യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല. മേലത്തെ ബെൻഡ് മാത്രം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോഴേ ഞങ്ങൾ പഴയ ഇവരെ ആലുവടുപ്പ് പൊളിച്ച് പണിയെടുത്തിട്ട് നമ്മളെ പട്ടാമ്പി അടുപ്പ് സെറ്റ് ചെയ്താണ് കേട്ടത്. ഇതിൽ 10 അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആദ്യം തന്നെ ഇവർ ഗ്രാനൈറ്റും കാര്യങ്ങളും അടുപ്പൊക്കെ നല്ല ഫിനിഷ് ആയിരുന്നു. ഇവർ ആലുവടുപ്പായിരുന്നെങ്കിലും ഇവർ നല്ല രീതിക്കാണ് കൊണ്ടുനടന്നിരുന്നത്. എത്ര 7 കൊല്ലം? അപ്പോൾ ഇത് എത്ര കൊല്ലം ഉപയോഗിച്ചത്? 8 കൊല്ലം ഉപയോഗിച്ച നല്ലൊരു ആലുവടുപ്പിൻ്റെ അടുപ്പിനൊന്നും ഒരു കംപ്ലൈൻറ്റും കാര്യം ഉണ്ടായിരുന്നില്ല. അതായത് സ്റ്റീലിനും കാര്യത്തിനൊന്നും. പക്ഷേ ഇവിടെ കൊണ്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു. പിന്നെ മൊത്തം ചൂടില്ല, അങ്ങനെ ചെറിയ കംപ്ലൈൻറ്റുകളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അവർക്ക് നമ്മൾ ഈ അടുപ്പാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളടുപ്പ് ഇവരിവിടെ സെറ്റ് ചെയ്യിച്ചതാണ് കേട്ടോ. ഇവർ പല അടുപ്പിൻ്റെ അഭിപ്രായം കാര്യങ്ങളും കണ്ട് ചോദിച്ചു പറഞ്ഞിട്ടാണ് നമ്മളടുപ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മളെ 10-12 അടുപ്പാണ്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള അടുപ്പ്. ഇനി എന്തായാലും ഇവരിത് പിന്നെ ഒരു 10 ദിവസമൊക്കെ വെള്ളം വെച്ച് നിർത്തിയിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ഉണ്ടാക്കി തരും. ഇതിൻ്റെ ചെറിയ വീഡിയോ വിട്ടുതരാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ അതിൽ ഇൻഷാ അല്ലാഹ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാനൈറ്റ് പീസ് ജോയിൻറ്റ് കൊടുത്താണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ കാര്യം വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്തായാലും നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുത്ത് പിന്നെ നമ്മൾ ബോക്സിൻ്റെ മുകളിൽ നമ്മളെ പേരും നമ്പറും വെക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാട്ടിത്തരാം. അപ്പോൾ ഇവരെ പഴയ അടുപ്പ് ഇവിടെ കുഴപ്പമില്ലാത്തൊരു അടുപ്പ് തന്നെയായിരുന്നു, ആലുവടുപ്പിരുന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊന്നും ഒരു ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബോക്സ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പൊന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്താക്കി ബോക്സൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ സൈറ്റിലും എന്താക്കാറുണ്ട്, എൻ്റെ പേര് എഴുതി വെച്ച എൻ്റെ നമ്പർ ഞാനിവിടെ കൊത്തി വെക്കാറുണ്ട് കേട്ടോ. ഇത് പ്രിൻറ്റിങ് ആണ്, മാഞ്ഞു പോവില്ല. ഇതാണ് നമ്മളൊരു ഗ്യാരണ്ടി പേപ്പർ എന്നുള്ള ലെവലിലേക്ക് കൊടുത്തു വിടുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.